സ്നേഹമുള്ളവൻ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാം തിരുവചനം. യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ശിഷ്യൻ യേശുവിനോട് പറഞ്ഞു, യോഹന്നാന്റെ ശിഷ്യന്മാരെ യോഹന്നാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. മാറ്റിവെക്കാതെ അടുത്ത നിമിഷം തന്നെ യേശു അവരെ പ്രാർത്ഥിക്കുവാനായി പഠിപ്പിച്ചു. ഇന്ന് പലരും മാറ്റിവെക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചവന് മാത്രമേ പ്രാർത്ഥന പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. യേശു എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ലൂക്കായി 22:39. പ്രാർത്ഥനയുടെ ശക്തി അവനറിയാം. ഇന്ന് ഈ ലോകത്ത് പ്രാർത്ഥന ആവശ്യമില്ലാത്ത, പ്രാർത്ഥന വേണ്ടാത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു. കർത്താവിന് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട, കർത്താവിനെ രക്ഷിക്കണമെന്ന് ആരും പ്രാർത്ഥിക്കണ്ട. എന്നിട്ടും അവൻ പ്രാർത്ഥിച്ചു. യേശു തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയത് തന്നെ പ്രാർത്ഥനയിലൂടെയാണ്. ലൂക്ക 3-ാം അധ്യായം 21-ാം തിരുവചനം. അവൻ സ്നാനമേറ്റു പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ അവൻ പ്രാർത്ഥിച്ചു. അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ അവൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യം അവനില്ല. ഒരു വാക്കു മൂളിയാ മതി. 40 ലക്ഷം ഇസ്രായേൽ മക്കൾക്ക് എല്ലാ ദിവസവും രാവിലെ അപ്പം കൊടുത്തവനെ അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടും അവൻ പ്രാർത്ഥിച്ചു മാതൃകയായി. പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായി അവൻ ചെവി തുറന്നു വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ അവൻ തയ്യാറായിരിക്കുന്നു. യെശയ്യാ 65:24. നീ ചോദിക്കും മുമ്പ് നിനക്ക് ഉത്തരമരുളുവാനും നീ പ്രാർത്ഥിച്ചു തീരുന്ന മുമ്പ് അത് കേൾക്കുവാനുമായി അവൻ ഒരുങ്ങിയിരിക്കുന്നു. പ്രാർത്ഥന മുടക്കരുത്. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല. കർത്താവിൽ വിശ്വസിക്കുക. ദൈവം കൂടെ ഉണ്ടെന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ.